വാർത്ത LDF-ന് ആശ്വാസകരമായി വരുന്നു. മാനന്തവാടിയിൽ കഴക്കൂട്ടത്ത് LDF 806 വോട്ടുകൾക്ക് മുന്നിൽ, അവിടെയും ആശ്വാസകരമായ വാർത്ത. കഴക്കൂട്ടത്ത് നമ്മൾ ഏറെക്കുറെ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രെഡിക്ട് ചെയ്ത പോലെ തന്നെ കാര്യങ്ങൾ വരുന്നു എന്ന് വേണം കരുതാൻ. ഒന്ന്, മധ്യ തിരുവിതാംകൂറിൽ കോൺഗ്രസിന്റെ UDF-ന്റെ ഒരു തൂത്തുവാരൽ ഉണ്ടാവുന്നുണ്ട്. പത്തനംതിട്ടയിൽ പ്രകടമാണ്, കോട്ടയത്ത് അതാണ്. കോട്ടയം ജില്ലയിലെ വൈക്കം ഒഴികെയുള്ള എല്ലാ ഇടങ്ങളും 8ഇടത്തും UDF ആണ് ഇപ്പോൾ ലീഡ് നേടിക്കൊണ്ട് നിൽക്കുന്നത്. ഇതേസമയം എറണാകുളം അതാണ്, ഇടുക്കിയും തൂത്തുവാരുന്നു. ഈ തരത്തിൽ മധ്യകേരളത്തിന്റെ ഒരു പൂർണ്ണ ചിത്രമുണ്ട്. മലബാറിലേക്ക് പോകുമ്പോൾ പ്രതിഫലനം ഉണ്ടായത് ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ ആവാം. ഒരുപക്ഷെ അത് വളരെ പ്രധാനപ്പെട്ട വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. കൊട്ടാരക്കരയിൽ KN ബാലഗോപാൽ. എന്തായാലും അത് LDF-ന് ഇപ്പോൾ ഒരു ആശ്വാസം നൽകുന്നു. നേരത്തെ ആരായിരിക്കും പ്രതിപക്ഷത്തിരിക്കാനെന്ന് രഞ്ജിത്ത് ചോദിച്ചപ്പോൾ അതിനൊരു മറുപടി വേണമായിരുന്നു. കൊട്ടാരക്കരയിൽ ഐഷ പോറ്റി ഇപ്പോൾ പിന്നിൽ പോവുകയും അങ്ങനെ KN ബാലഗോപാൽ മുന്നിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ വിജയിച്ചാൽ KN ബാലഗോപാലിന് പ്രതിപക്ഷ നേതാവാകാൻ സാധിച്ചേക്കും. അതുകൊണ്ട് തന്നെ ആ വിജയം, അങ്ങനെ ഒരു മുന്നേറ്റം ഈ ഘട്ടത്തിലെങ്കിലും ആശ്വാസമാകുന്നുണ്ടാകാം. ചാണ്ടി ഉമ്മൻ ഇതാ 25,000 കടന്നു. ചാണ്ടി ഉമ്മൻ പുതുപ്പള്ളിയിലെ മേൽക്കൈ ലീഡ് 25,000 പിന്നിട്ടിരിക്കുന്നു. മട്ടന്നൂരിൽ VK സനോജ് ഭൂരിപക്ഷം കുറയുന്നു, വെറും 309. കഴിഞ്ഞ തവണ KK ശൈലജ സംസ്ഥാനത്തെ റെക്കോർഡ് ഭൂരിപക്ഷം നേടി വിജയിച്ച മട്ടന്നൂരിലാണ് VK സനോജിനെ പോലെ ഒരു സ്ഥാനാർത്ഥി 309 വോട്ടിന് മാത്രം ലീഡ് ചെയ്യുന്ന സാഹചര്യം. മട്ടന്നൂരിലെ തോൽവി അല്ലെങ്കിൽ മട്ടന്നൂരിലെ പിന്നോട്ട് പോക്ക, തോൽവി എന്ന് സാങ്കേതികമായി പറയാനാവില്ല എങ്കിൽ പോലും ഒരു ഘട്ടത്തിൽ 500 വോട്ടിൽ താഴെ മാത്രം ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ തവണ റെക്കോർഡ് ഭൂരിപക്ഷം, അതായത് സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നേടിയത് KK ശൈലജ മട്ടന്നൂരിൽ നിന്നായിരുന്നു. അവിടെ നിന്നാണ് ശൈലജയെ മണ്ഡലം മാറ്റി മത്സരിപ്പിച്ച് മറ്റൊരു സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കിയത്. എങ്കിൽ ഇപ്പോഴത്തെ മന്ത്രി വീണ ജോർജ്, KK ശൈലജയ്ക്ക് ശേഷം പിന്നീട് ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്ത വീണ ജോർജ് വലിയ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ അഭിമർക്കി പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ മുന്നേറ്റം ആണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് സാഹചര്യം. എന്തായാലും സംസ്ഥാനത്ത് UDF തരംഗം വലിയ രീതിയിൽ വമ്പൻ മരങ്ങൾ പോലും കടമുഴകുന്നു. ഇടതു കേന്ദ്രങ്ങളിൽ നിന്ന്